ഹലോ ഫ്രണ്ട്സ്, ഈ കാണുന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം, മോഹം, സ്വപ്നം, അങ്ങനെ എന്തും പറയാം. ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ സ്വർഗം. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ് സിറ്റൗട്ട് കേട്ടോ. ഫുൾ ബോഡി ഗ്രേ ടൈലിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. എനിക്കും ഗ്രേയും വൈറ്റും വളരെ ഇഷ്ടമുള്ള കോമ്പിനേഷനാണ്. ഈ കാണുന്ന ഒരു സ്പേസ് ഉണ്ടല്ലോ, അവിടെയാണ് നമ്മൾ ഷൂ റാക്കായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എല്ലാം ചെയ്തിരിക്കുന്നത് മരം വെച്ചിട്ടാണ്. ഇത് ടീക്ക് വുഡാണ്. ഇതുപോലെ നൈസായിട്ടൊരു ഹാൻഡിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു കൊടുത്ത ഡിസൈനാണ് കേട്ടോ. ഒന്നിലും ഒരു മാറ്റവും വരുത്താതെ അതുപോലെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കൊത്തുപണികൾ വേണ്ടെന്നും സിമ്പിൾ ഡിസൈന് മതിയെന്നും എനിക്ക് വളരെ നിർബന്ധം ഉണ്ടായിരുന്നു. അതിൻ്റെ പുറകിലാണ് നമ്മുടെ മെയിൻ സ്വിച്ച് ബോർഡുള്ളത്. അതിനെ മറിച്ച് നമ്മുടെ വലിയ മെയിൻ ഡോറ് വരുന്നുണ്ട്. ഒരുപാട് കൊത്തുപണികളുണ്ടെങ്കിൽ പൊടി കയറാൻ വളരെ എളുപ്പമാണ്. സോ അപ്പോൾ നമ്മളത് വേണ്ടാന്ന് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നതെല്ലാം പണിക്കാരുടെ പണി സാധനങ്ങളാണ് രാജാവേ. നമ്മൾക്കുള്ളതുപോലെ നമ്മൾ ദൈവങ്ങൾക്കും ഒരു റൂം കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മുടെ പ്രിയപ്പെട്ട പൂജാമുറി. നമ്മൾ കുറച്ച് ഡിവോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതാരം കൊണ്ട് പൂജാമുറി മസ്റ്റായിട്ട് വേണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. മഴ പെയ്തുകൊണ്ട് അത്യാവശ്യം ടൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ മരം. അപ്പോൾ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടി തള്ളി തുറന്ന് ഇപ്പം നിങ്ങൾക്ക് വേണ്ടി ചുമ്മാ അടച്ചു വെച്ചിരിക്കുകയാണ്. തുറന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കുട്ടി പൂജാമുറി. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയും ഹൈറ്റ് നമ്മൾ പറഞ്ഞില്ലായിരുന്നു, പക്ഷെ അവരതങ്ങ് ചെയ്തു വെച്ചു. മുകളിലൊരു LED ലൈറ്റാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അവിടെ ഒരു ഹോൾഡർ വെച്ചിട്ടുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള ബൾബ് തൂക്കാം. പിന്നെ ഇതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നത് കടപ്പക്കല്ലാണ് കേട്ടോ. ഇതിൻ്റെ താഴെ കടപ്പക്കല്ലാണ്. ഉള്ളിൽ ഫുൾ ബോഡി ടൈല് വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് വല്ലതും ആയിക്കഴിഞ്ഞാൽ അടച്ചെടുക്കാൻ പറ്റുന്ന പോലെ. പിന്നെ ഇതിൽ വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇതൊക്കെ നമുക്ക് ഇനി ഇൻറ്റീരിയൽ വർക്ക് ചെയ്യുമ്പോൾ അടച്ച് വയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പൂജാമുറിയുടെ ഡോറിൻ്റെ ഡിസൈൻ കേട്ടോ. നാക്കെടുക്കുന്നത് സോറി. ഇവിടെ ഇനി ഒരു ബെല്ലും കൂടെ വെക്കണം. എന്താണെങ്കിലും ഒറ്റ നമ്പർ വേണമെന്നാണല്ലോ. ഇപ്പോൾ 6 നമ്പറേ ഉള്ളൂ, ഇനി 7 നമ്പറാക്കി വയ്ക്കാം. പിന്നെ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയയുടെ സ്പേസ് ഉള്ളത്. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ കുഞ്ഞ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടുക്കള. നമ്മളത് 2 പാളിയായിട്ടുള്ള ജനൽ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം നമുക്ക് മുകളിലത്തെ പാളിയൊക്കെ തുറന്നിടാൻ പറ്റും. പിന്നെ ഇവിടെ മാത്രമാണ് നമ്മൾ ഗ്രാനൈറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ടേബിൾ ടോപ്പിൻ്റെ അവിടെയാണ് ഗ്രാനൈറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ താഴ്ഭാഗത്തൊക്കെ സാധാരണ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഒരു എന്താ പറയുക, ഒരു ബ്രിക്ക് റെഡ് ആയിട്ടുള്ള കളറാണ്. പിന്നെ മുകളിലെ ഭാഗമൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ അഴികളെല്ലാം നമ്മൾ കടപ്പക്കല്ല് വെച്ച് തന്നെ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ എന്താ പറയുക, ബഡ്ജറ്റൊക്കെ നോക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിലെല്ലാം ബ്ലാക്ക് പെയിൻ്റ് അടിച്ച കാരണം കൊണ്ട് നമുക്കത് കടപ്പക്കല്ലാണെന്ന് ഫീൽ ചെയ്യുന്ന. പിന്നെ കനം കുറച്ചിട്ടുള്ള കടപ്പക്കല്ലാണ് വെച്ചിരിക്കുന്നത്. ഈ സ്പേസിലാണ് നമ്മൾ, ഇവിടെ അല്ല ഇതിൻ്റെ അപ്പുറത്ത് കുറച്ച് അപ്പളേ കാണിച്ചില്ലേ, ആ സ്പേസ് ഇവിടെയാണ് നമ്മൾ ഫ്രിഡ്ജ് വയ്ക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ സ്പേസ്. എല്ലാവരുടെയും ഫാൻ ഇട്ടുണ്ട് കേട്ടോ. ഫാനും ലൈറ്റും സാധനങ്ങളെല്ലാം ബ്രാൻഡഡ് തന്നെ. ലൂക്കറിൻ്റെ വാങ്ങിച്ചത്. റിമോട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫാനുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ക്യാബിനറ്റ് എല്ലാം നമ്മൾ അങ്ങനെ തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ. എനിക്ക് പറയുന്നത് എങ്ങനെയാണെന്ന് പോലും അറിയില്ല, എന്നാലും ഞാൻ ഒരു ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുവാണ്. ക്യാബിനറ്റിന് താഴെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇത് കഴുകാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ക്യാബിനറ്റും ഈ മിററും ഒക്കെ ഒന്നിച്ച് വരുന്നതാണ്. പിന്നെ ഇതുപോലെ ഒരു ടവൽ വയ്ക്കുന്ന സ്റ്റാൻഡ് പോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയും അതേപോലെ 2 പാളിയുള്ള ജനലാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് മുകളിലത്തെ പാളി തുറന്നിടാം എന്നുള്ളതിലാണ്. പിന്നെ ഇതാണ് സ്റ്റെയർ കേസിൻ്റെ താഴ്ഭാഗമുള്ളത്. ഈ താഴ്ഭാഗം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇൻവെർട്ടർ വെക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ഇതൊക്കെ മറച്ച് അടച്ച് വെക്കാനുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. നമ്മളത് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ എന്തായാലും റോ ആയിട്ടാണ് കാണിച്ചു തരുന്നത്. ഇവിടെ ഇൻവെർട്ടർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയും സ്ഥലം യൂസ് ചെയ്യാം. പിന്നെ ഈ സ്വിച്ചസ് വരുന്നത് നമുക്ക് ഈ കുഞ്ഞ് ബാത്റൂമിലേക്കാണ്. നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു കുഞ്ഞ് ബാത്റൂം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പിന്നീട് പ്ലാൻ ചെയ്ത് റെഡിയാക്കിയതാണ്. കാരണം ഒരു കോമൺ ബാത്റൂം ഇല്ലാത്തതുകൊണ്ട് ഒരു കോമൺ ബാത്റൂം ചെയ്യാമെന്ന് വിചാരിച്ചു. വലിയ സ്പേസൊന്നുമില്ല, പക്ഷേ എല്ലാ സാധനങ്ങളും നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഒരു സാധാരണ യൂറോപ്യൻ ക്ലോസറ്റാണ് ഇവിടെ വെച്ചിരിക്കുന്നത്.
പിന്നെ അതിന് അറ്റാച്ച്ഡ് ആയിട്ടുള്ള എല്ലാ ഫ്ലഷും സാധനങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. അതെ, ലൈറ്റ് കത്തിച്ചപ്പോൾ ഒരു ഭംഗിയില്ലേ. ഇവിടെയും ഒരു ഗ്രേയും ലൈറ്റ് ഗ്രേയും ഡാർക്ക് ഗ്രേയുടെ ഒരു കോമ്പിനേഷനാണ് വെച്ചിരിക്കുന്നത്. പിന്നെ താഴെയെല്ലാം നല്ല ഗ്രിപ്പുള്ള ടൈലാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഒരു കുഞ്ഞ് വളരെ വളരെ കുഞ്ഞായിട്ടുള്ളൊരു ഷവർ കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിവിടെ എപ്പോഴെങ്കിലൊക്കെ യൂസ് ഉള്ളൂ. കോമൺ ടോയ്ലറ്റാണ് ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യക്കാർക്ക് മാത്രം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ക്യാബിനറ്റ് എല്ലാം അടച്ചു വെച്ചാൽ ഇതൊരു സീക്രട്ട് ബാത്റൂമായിട്ടായിരിക്കും ബാക്കിയുള്ളവർക്ക് അറിയുക. നമുക്ക് അറിയുന്നവർക്ക് മാത്രമേ ഇതറിയുള്ളൂ. ഇനി ഇവിടെയൊക്കെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട്, അതാണ് ഞാനിപ്പോൾ കൈകൊണ്ട് കാണിച്ചു തന്നത്. അതെല്ലാം വഴിയെ പതുക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞ് സീക്രട്ട് ബാത്റൂം. നമ്മൾ ഡോറും അതേപോലെ ഗ്രേയും വൈറ്റും ഉള്ള കോമ്പിനേഷനുള്ള ഡോർ തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ ഭാഗം. ഇവിടെ മുഴുവൻ അടച്ചു വെച്ചാൽ ഇങ്ങനൊരു ബാത്റൂം ഉണ്ടെന്ന് അറിയില്ല. സോ അതാണ് നോട്ട് ദ പോയിൻറ്റ്, സീക്രട്ട് ബാത്റൂം. അപ്പോൾ നമ്മുടെ മെയിൻ റൂമിലേക്ക് പോവാണ്. ദിസ് ഈസ് അവർ മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂമിലും വേറെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. പഴയ പോലെ തന്നെ എല്ലാം കടപ്പക്കല്ല് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നമ്മുടെ ഡ്രസ്സുകളെല്ലാം മടക്കി സൂക്ഷിക്കുന്ന ആൾക്കാരാണ്, ഹാങ്ങറിൽ സൂക്ഷിക്കുന്ന ആൾക്കാരല്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ആയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഈ ഭാഗത്ത് ഞാനൊരു അയണിങ് ടേബിളിൻ്റെ ഒരു സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അത് ഈ മടക്കി വെക്കാൻ പറ്റുന്നത് പോലെ. അതെല്ലാം ഞാൻ നമ്മുടെ ഇൻറ്റീരിയർ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്. ചെയ്തതിന് ശേഷം അതൊരു വീഡിയോ എടുത്ത് ഞാൻ കാണിച്ചു തരാം. ഇവിടെയാണ് നമ്മുടെ വലിയ കിങ് സൈസ് കട്ടിൽ വരുന്നത് കേട്ടോ. പിന്നെ ഇവിടെയെല്ലാം സിംഗിൾ പാളിയുള്ള ജനലാണ് വരുന്നത്. ദിസ് ഈസ് അവർ കുഞ്ഞ് അനദർ കുഞ്ഞ് ടോയ്ലറ്റ്. ഈ വാഷ്റൂമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ടുള്ള എല്ലാ വാഷ്റൂമിലെ ക്ലോസറ്റ് വരുന്നത് വാൾ മൗണ്ടാണ്. അത്ര അഫോർഡബിളൊന്നും അല്ലായിരുന്നു, പക്ഷെ നമ്മുടെ ഒരു ആഗ്രഹം കൊണ്ട് വാൾ മൗണ്ട് വെച്ചതാണ്. നല്ല ഗ്രിപ്പുള്ള ടൈലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് താഴെയൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല, വഴിക്കില്ല എന്നൊക്കെ കരുതുന്നു. പിന്നെ ഇവിടെ എങ്ങനെയാണ് കളറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രീമിഷ് അതേപോലെ ഒരു ബ്രൗൺ കോമ്പിനേഷനിലാണ് വരുന്നത്. താഴ്ഭാഗം ബ്രൗണും അതേപോലെ എന്താ പറയുക, ഒരു വാൾ ഒരു ഹാഫായിട്ട് ബ്രൗണാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം ക്രീമിഷ് കളറാണ്. ഇവിടെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ കോംബോ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ ആണ് മുകളിലത്തേലും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലെല്ലാത്തിനും ഡോറെല്ലാം സാധാരണ നമ്മൾ സിൻടെക്സിൻ്റെ ഡോറ് പോലത്തുള്ള ഡോറാണ്. 1015 വരുന്ന ആ ഒരു റേഞ്ചിലുള്ള ഡോറാണ് കേട്ടോ വരുന്നത്. നമ്മളതിലൊന്നും അങ്ങനെ കാര്യമായിട്ടുള്ള ചിലവുകളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ദിസ് ഈസ് അവർ സെക്കൻഡ് ബെഡ്റൂം. ഇത് സാധാരണ 10ക്ക് 10 എന്ന് പറയില്ല, അങ്ങനെ ഒരു സാധാരണ മിഡിൽ റൂമാണ്. ഇതിൽ നമുക്കൊരു ക്യൂൻ സൈസ് ബെഡ് ഇടാം, അല്ലെങ്കിൽ കട്ടിലിടാൻ പറ്റുന്ന ഒരു റൂമാണ്. അത്യാവശ്യം എല്ലാവിടെയും നമ്മൾ ലൈറ്റും ഫാനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫാനെല്ലാം ലുക്കറിൻ്റെ എടുക്കാൻ കാരണം വളരെയധികം കറണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇല്ലയെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ലോസ് ഉണ്ടാവും. നമ്മൾ ചിലപ്പോൾ ഈ വിരുന്നുകാർ തരുന്ന ഫാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതിന് വേറെ ബാഡ് എഫക്റ്റ് അല്ലെങ്കിൽ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് കറണ്ട് ഒരുപാട് വലിക്കും. നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചാൽ ഒരു 4000 അടുത്ത് വരും നമുക്ക് ഓരോ ഫാനും. എന്നാലും നല്ല ഫാനുകളാണ്. നമുക്ക് എന്താ പറയുക, കറണ്ട് സേവ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട്, ഇല്ലെങ്കിൽ അധികം ബില്ല് ഒരുപാട് വരാത്തതുകൊണ്ട് നമുക്കതാണ് ഏറ്റവും സേഫായിട്ടുള്ള ഭാഗം. പിന്നെ ഇതിലും എല്ലാം കടപ്പക്കല്ല് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ യൂഷ്വലാണ്. പിന്നെ ഈ കാണുന്ന ബാത്റൂമിനും നമ്മൾ ഗ്രേയും വൈറ്റും കോമ്പിനേഷനിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഗ്രേ വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ലൈറ്റ് ഗ്രേ വൈറ്റാണ്. ആസ് യൂഷ്വൽ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഓൾമൗണ്ടാണ് ക്ലോസറ്റ്. പിന്നെ വാഷ് ബേസും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ കളർ കോമ്പിനേഷൻ ബാത്റൂംസിന് എടുത്തിരിക്കുന്നത് ലൈറ്റ് ഗ്രേ അതേപോലെ ഡാർക്ക് ഗ്രേ, ആ ഒരു കോമ്പിനേഷനിലുള്ള 2 ടോയ്ലറ്റ്സും അതേപോലെ ബ്രൗണും ഒരു ക്രീമിഷ് ബ്രൗണും കൂടെയുള്ള ഒരു കോമ്പിനേഷനിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെയും നമ്മളെല്ലാവിടെയും എന്താ പറയുക, ഹീറ്ററിനുള്ള കണക്ഷൻസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മളിപ്പോൾ റെഡിയാക്കിയിട്ടില്ല. കണക്ഷൻസൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്.
നമ്മുടെ ബഡ്ജറ്റിൽ നിന്ന് ഒതുങ്ങുന്ന ആ ഒരു സമയമാകുമ്പോൾ നമ്മളെല്ലാം റെഡിയാക്കാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇപ്പം എന്തായാലും ഹീറ്ററിനുള്ള കണക്ഷൻസ് വെച്ചിട്ടുണ്ടെന്നല്ലാതെ നമ്മളൊന്നും റെഡിയാക്കിയിട്ടില്ല. അതൊക്കെ പതുക്കെ ചെയ്യാം എന്ന് കരുതിയിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോവാണ്. സാധാരണ അലുമിനിയത്തിൻ്റെ ആണ് ഹാൻഡിൽ വെച്ചിട്ടുള്ളത്. എനിക്ക് വുഡൻ റൈലൊക്കെ വെച്ച് പോകണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം. നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അലുമിനിയത്തിൻ്റെ കൊടുത്തിരിക്കുന്നത്. പിന്നെ മോൾ ഭാഗം നമ്മൾ സിറ്റ് ഔട്ടിലിട്ടുള്ള ഫുൾ ബോഡി ടൈൽ വെച്ചിട്ടുള്ള ടൈലാണ് മോൾ ഭാഗം കൊടുത്തിരിക്കുന്നത്. അതേപോലെ അതിൻ്റെ ആ സ്റ്റെപ്പിൻ്റെ സൈഡ് കൊടുത്തിരിക്കുന്നത് സാധാരണ നമ്മൾ താഴെയിട്ടിട്ടുള്ള കച്ചാരിയാറുടെ ടൈലാണ്. വൈറ്റിൽ ഒരു ഒരു പീച്ച് ഷെയ്ഡ് വരുന്ന ഒരു ടൈലാണ്. പിന്നെ നമ്മുടെ ഹാളിൻ്റെ ഭാഗത്തും അതേപോലെ ഈ ഭാഗത്തും മാത്രമേ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള കാണുന്നൊരു ഗ്ലാസ് ഇട്ടിട്ടുള്ളൂ. ബാക്കി എല്ലാവിടെയും ഒരു ഇങ്ങനെ ഒട്ടും വിസിബിലിറ്റി ഇല്ലാത്തൊരു ഗ്ലാസ്സാണ് വിൻഡോസിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെയാണ് ഒരു മെയിൻ റൂം വരുന്നത്. പിന്നെ ഈ ഭാഗത്തൊരു ദിവാനക്കിടാം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്, ഒന്നും ചെയ്തിട്ടില്ല. എഗെയിൻ നമ്മൾ ഫാനും ലൈറ്റ്സും എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കോർണർ ഭാഗത്താണ് നമ്മുടെ ബാത്റൂം വരുന്നത്. ഇവിടെ നല്ല വെളിച്ചമാണ് കേട്ടോ, ലൈറ്റ്സ് ഇടാതെ തന്നെ നല്ല വെളിച്ചമുണ്ട്. ആസ് യൂഷ്വൽ നമ്മളിവിടെയും ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വാർഡ്രോബിനും എല്ലാം കടപ്പക്കല്ലാണ് കൊടുത്തിരിക്കുക. പിന്നെ മുകളിലുള്ള ആ ഒരു ഭാഗം നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. ഇവിടെ ഒരു മിനിമൽ റൂം, നമ്മളിത് തട്ടിക്കൂട്ടിയിട്ടുള്ള റൂം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതും 10ക്ക് 10 റൂമാണ് കേട്ടോ. ഒരു മീഡിയം സൈസ് ക്യൂൺ സൈസ് കട്ടിലിടാൻ പറ്റുന്ന ഒരു റൂമാണ്. സോറി, ലൈറ്റ് ഇട്ടില്ലായിരുന്നു. അപ്പോൾ ഇനി ഇതെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ താഴത്തെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അതേ മോഡലുള്ള ടൈലാണ് ഈ മുകളിൽ ഇട്ടിരിക്കുന്നത്. കുറച്ച് ഡിസൈൻഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് മാത്രം. പിന്നെ ഇതാണ് ഏറ്റവും വലിയ ടോയ്ലറ്റ്. ഇത് നമ്മൾ ചെയ്തിരിക്കുന്ന പാരിവെയറിൻ്റെ ആണ് വാഷ് ബേസ് എടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ സെറയുടെ അടുത്തിരിക്കുന്ന കോമ്പായിട്ട് എടുത്താണ്. ഇത് മാത്രം നമ്മൾ മറന്നു പോയതാണ്. പിന്നെ ആദ്യം എടുത്തത് പാരിവെയറുടെ ആണ് കിട്ടിയത്, സെറയുടെ കിട്ടിയില്ലായിരുന്നു. അപ്പോൾ എല്ലാവിടെയും നമ്മൾ ഡോറ് എന്ന് വെച്ചാൽ മറ്റേ വിൻഡോസ് വെച്ചിരിക്കുന്നതൊക്കെ ഡബിൾ പാളി വെച്ചിട്ടാണ്. ഈ ഗ്ലാസ്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊതുകും പ്രാണിയൊക്കെ വരാൻ ചാൻസ് കൂടുതലായതുകൊണ്ട് എല്ലാം ഡോറാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് മുകളിലത്തെ ബെഡ്റൂമിൻ്റെ കാര്യം പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ അത്യാവശ്യം സ്പേസ് ഉണ്ട്, അപ്പോൾ നമുക്ക് ദിവാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കാവുന്നതാണ്. പിന്നെ ഇതാണ് മുകളിലത്തെ റൂം, മുകളിലത്തെ ബാൽക്കണി അല്ലെങ്കിൽ ടെറസിലേക്ക് പോകുന്ന മെയിൻ ഡോറ്. അപ്പോൾ ഇത് തുറന്ന് പുറത്തേക്ക് പോവാം. അപ്പുറത്തൊക്കെ പുതിയ വീടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പുരോഗമനത്തിൻ്റെ വഴിയിലൂടെയാണ് ഇവിടെ പോകുന്നത്. അത്യാവശ്യം കുപ്പകളൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ LED ലൈറ്റ്സ് ഇട്ടിട്ടുണ്ട്. നമ്മൾ പുറത്തുള്ള LED ലൈറ്റ്സ് എല്ലാം വാം ലൈറ്റും അകത്തുള്ള LED ലൈറ്റ്സ് എല്ലാം കൂൾ ലൈറ്റ്സുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ അത്യാവശ്യം ഷീറ്റും കാര്യങ്ങളും അങ്ങനെ കുറച്ച് പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കിണറുണ്ട്, കുഞ്ഞ് കിണറാണ്, അപ്പോൾ അത് കെട്ടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ മതിലും കാര്യങ്ങളും എല്ലാം നമ്മൾ സ്ലാബ് വെച്ചിട്ടുള്ളതാണ്. ഇനി അത് അത്യാവശ്യം ഒന്ന് തേച്ച് റെഡിയാക്കാനുണ്ട്. ഇവിടെ നമ്മൾ ചെടികളും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുകയാണ്. സിറ്റ് ഔട്ട് നമ്മൾ കുറച്ച് താഴ്ത്തിയിട്ടാണ് വാർത്തിരിക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ വിശാലമായ ഒരു ടെറസ്. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെടികളോ അല്ല എന്ത് വെച്ച് വെക്കാം. നമ്മളിപ്പോൾ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല, അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ കുറച്ച് തേക്ക് മരമുണ്ട്, ടീക്വുഡ് ഉണ്ട്. അപ്പോൾ അതിൽ ഉള്ള കുപ്പ ഇലയൊക്കെയാണ് വീണ് കിടക്കുന്നത്. ഇതൊക്കെ ഇനിയൊന്ന് വൃത്തിയാക്കണം. പിന്നെ ഇവിടെ നമ്മൾ പൈപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വാഷിംഗ് മെഷീനോ അങ്ങനെ എന്തെങ്കിലും ഇവിടെ സെറ്റ് ചെയ്യാം എന്ന് വിചാരിക്കുന്നുണ്ട്. പ്ലാനിങ് ഒക്കെ നടക്കുന്നുണ്ട്, കാര്യങ്ങളൊന്നും റെഡി ആയിട്ടില്ല. ഇതാണ് നമ്മുടെ വേസ്റ്റ് പോകുന്ന കുഴികളൊക്കെ ഉള്ളത്. പിന്നെ ഈ ഭാഗത്ത് നമ്മൾ സോളാറിൻ്റെ പൈപ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എപ്പോൾ വെച്ചാൽ നമുക്കതൊക്കെ ഫിറ്റ് ചെയ്യാം എന്നുള്ള നിലയ്ക്ക് പൈപ്പുകളൊക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കയറിയാലാണ് നമുക്ക് ടാങ്ക്. ഇവിടെ സ്റ്റെയർ കേസ് ഇല്ലാത്തതുകൊണ്ട് ടാങ്ക് വെച്ച ആ ഭാഗവും അതേപോലെ നമ്മുടെ ഈ ബെഡ്റൂമിൻ്റെ മോൾ ഭാഗവും കാണിക്കാനൊരു നിവർത്തിയില്ല. സ്റ്റെയർ കേസ് വെച്ചതിന് ശേഷം അതിനെക്കുറിച്ച് ഞാൻ എന്തായാലും ഒരു വീഡിയോ ഇടും.
പിന്നെ ഇവിടെയൊക്കെ നമ്മൾ ചെടികളൊക്കെ നിറച്ച് ശരിക്കൊരു വൃന്ദാവനം പോലെ ആക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അതിന് ശേഷമുള്ളൊരു വീഡിയോ ഞാൻ പതുക്കെ കാണിച്ചു തരാം. മഴയും വെയിലും മാറി മാറി പോകുന്നതുകൊണ്ട് എൻ്റെ ശബ്ദമൊക്കെ വളരെ അധികം അടച്ചിരിക്കുകയാണ്. ജലദോഷം പനിയൊക്കെ ഒന്ന് കഴിഞ്ഞ് റിക്കവറായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം സൗണ്ടിലുണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് താഴെ ഇറങ്ങി പോവാം. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ സ്വർഗത്തിലുള്ള വിശേഷങ്ങൾ. വെറുതെ റോ ആയിട്ടുള്ളൊരു ഹോമാണ് കാണിച്ചിരിക്കുന്നത്. ഇൻറ്റീരിയൽ വർക്കും പല കാര്യങ്ങളും ചെയ്തു വരുമ്പോൾ ഇതിനേക്കാളും ഭംഗി വരും. അപ്പം ഞാൻ വേറൊരു വീഡിയോ എടുക്കാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്വർഗം. ഇനി അങ്ങോട്ടുള്ള സന്തോഷം, സ്നേഹം, സങ്കടം എല്ലാം അറിയുന്നത് ഈ വീടാണ്. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളുടെ വീട് കണ്ട് സന്തോഷിച്ച അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.